എന്ത് പറ്റി റാഫേൽ? സോറി സർ, വൺ മോർ. ഓക്കെ 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 ഓക്കെ. ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടാറില്ല. പേയ്മെന്റ്സിന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള നോംസ് അത് പേഷ്യന്റ് ഫോളോ ചെയ്തേ പറ്റൂ. സാർ, ഒരു 2 ദിവസത്തെ സാവകാശം തരണം. അതിനുള്ളിൽ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കാശ്. സോറി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാശ് അല്ലെങ്കിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. വി ഡോണ്ട് മൈൻഡ്. വേണ്ട സാർ, കാശ് ഇന്ന് തന്നെ അടച്ചോളാം. റാഫേലിന്റെ അപ്പച്ചനെ പോയി കാണുക നിവൃത്തിയുള്ളൂ. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നിന്നാ അതിനെ നേരം കാണും. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കണ്ണൊക്കെ നിറച്ച് ഇത്രയ്ക്ക് തൊട്ടവാടിയാണോ? ഇല്ല, എനിക്കറിയാം. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ. എനിക്കിനി പാടാൻ പറ്റില്ല. വളരെ ശരിയാ. ഇപ്പൊ പാടാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ നട്ടല് ചെറുതായിട്ട് വളയും. അത് കഴിയുമ്പോ ഒരു വാല് മുളയ്ക്കും. തെറ്റെന്റെയാ. നിന്നെ വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനില്ല. ഞാൻ അവന്റെ അപ്പച്ചനെ വിവരം അറിയിക്കാൻ പോവാ. അപ്പച്ചൻ അറിഞ്ഞാൽ? ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങേര് ഇവിടെ എത്തിയാലേ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റൂ. നമ്മുടെ ഈ സോഫ്റ്റ് ലൈൻ ഒന്നും ഇവന്റെ അടുത്ത് പറ്റില്ല. അങ്ങേരുടെ കുന്നംകുളം ഭാഷയിലുള്ള 10 തെറി കേട്ടാലേ ഇവ ശരിയാവും. ഞാൻ മടങ്ങി വരുന്നൊരു കുട്ടി ഇവിടെ കാണുമല്ലോ എന്നെഴുതി എപ്പോഴും ഇവിടെ നിൽക്കണ്ട. അത് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കും. അവസാനം പ്രാന്ത ചികിത്സയ്ക്ക് ഞാൻ ഇവനെ കൊണ്ട് വല്ല പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം. ജനാല അടച്ചിട്ടുണ്ട്. ജനാല അടച്ചിട്ടുണ്ട്. തുറന്നിട്ടേരാ ശവി. പാട്ടും കേട്ട് നിന്ന് ഇറച്ചി വെട്ടാന്ന് വെച്ചാ അതും സമ്മതിക്കില്ല. അപ്പൊ റാഫേലോ? ഒരാഴ്ച കഴിയാതെ അവന് വരാൻ പറ്റില്ല. എന്നിട്ട് അവനെ അവിടെ തനിച്ചാക്കിട്ട് നീ ഇങ്ങോട്ട് പോരിയായി? കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ എന്ത് ചെലവാന്നറിയോ? ആശുപത്രിയിലാ? അവന് തൊണ്ടയിൽ ചെറിയൊരു വേദന. സിറ്റിയിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പേടിക്കാനൊന്നുമില്ല. എപ്പോഴാ കിടത്തിയേ? ഒരാഴ്ചയായി. എന്റെ മോനെ ഒരാഴ്ച ആശുപത്രി കിടന്ന് നീ ഇപ്പഴാ വന്ന് പറഞ്ഞേ? എന്റെ മോനെ എന്തുണ്ടാ പറ്റിയേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് ചേട്ടാ? ഇവിടെ ഇതാണ് ഹോസ്പിറ്റൽ. 2ാമത്തെ നില, റൂം നമ്പർ 204. ഞാൻ STD വിളിച്ച് ഒരു ഗാനമേളയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരാം. ഓക്കെ? എടോ, തനിക്കെന്താ കണ്ണുകൂടെ? മനുഷ്യൻ നടക്കണ വഴിക്ക് ചില്ലുകൊണ്ട് വെച്ചിട്ട് പോക്കത്തിനും വേണ. നിങ്ങൾ ആരാ? പേഷ്യന്റ് ആണോ? എന്തോട്ട് പേഷ്യന്റ്? എന്റെ പേര് കാർലോസ് ആണ്. കാലം കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയൂ. കശാപ്പുകാരനാണ്. ആ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസ വേഗം അടച്ചേ. പൈസയോ? പേടിപ്പിക്കാൻ പൈസ എനിക്ക് പ്രശ്നമില്ലാട്ടോ. പൊള്ളാച്ചിന്ന് 100 എരുമേനെ കൊണ്ടുവന്ന് മറിച്ച് വിറ്റിട്ട് ഈ ആശുപത്രി ഞാൻ വിലക്കാൻ വാങ്ങും. കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, ഈ പറഞ്ഞത് ചെയ്തിട്ട് വല്ല സർക്കാർ ആശുപത്രിയിലും പോയിക്കോ. സർക്കാർ ആശുപത്രിയിൽ എന്താ മോടെ അമ്മായിയമ്മ കിടപ്പുണ്ടാ? എന്റെ ആരുമില്ലട്ടോ. എന്റെ മോൻ റാഫേൽ ഇവിടാണ്. ഏത് റൂമിലാ നിങ്ങളുടെ മകൻ റാഫേൽ കിടക്കുന്നത്? 2ാം നിലയില് 204. നിങ്ങൾക്ക് ആശുപത്രി തെറ്റിക്കാണും. 204 റാഫേൽ അല്ല, ഒരു ജോൺസണാ. ജോൺസണാ? ഹൈ, നിങ്ങളെ കൂടെ അവന്റെ പേരെ മാറ്റിയ റാഫേലാണ്. ഈ സിനിമയിലൊക്കെ പാടില്ലേ, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. അതൊക്കെ അവൻ പാടിയാണേ. ഞാനവന്റെ അപ്പനെ. സംശയം ആർക്കെങ്കിലും എന്റെ റൂമിലേക്ക് വന്നോളൂ. ഈ സിനിമയിലൊക്കെ പാടാനുള്ള റാഫേൽ എന്റെ മോനെ. വരട്ടെ?
എന്താ അപ്പച്ച? അപ്പച്ചനെ അടിക്കണ്ട, ആസ്പത്രി വന്ന് കിടക്കാൻ നീ. നിനക്ക് എന്ത് ഊട്ടറാക്കാന്നല്ലേ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല അപ്പച്ച, ചെറിയൊരു തൊണ്ടവേദനയേ ഉള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഒന്നും വരൂല. വരണ വഴിക്ക് കുരിശുമുത്തപ്പൻ ഒരു പൊന്നും കുരിശ് നിന്റെ പേർക്ക് നേർന്നിട്ട് അപ്പച്ചൻ വന്നേക്കണേ. എന്റെ പ്രാർത്ഥന മുത്തപ്പൻ കേൾക്കാണ്ടിരിക്കില്ല. ഇല്ല അപ്പച്ച. കശാപ്പുകാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കൂടത്തിന്റെ അടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന മിണ്ടാപ്രാണികളുടെ ശാപം ഞാനായിട്ട് ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. അപ്പച്ചൻ ഇനിയെങ്കിലും അർത്ഥങ്ങളെ കൊല്ലുന്ന പണി അവസാനിപ്പിക്കണം. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന പണിയാണോ മോനെ? അപ്പനപ്പൂപ്പനായിട്ട് ചെയ്യുന്ന തൊഴിലല്ലേ? ഞാനൊരാളായിട്ട് നിർത്തിന്ന് വെച്ച് ഈ നാട്ടിലെ കന്നാലിലൊക്കെ രക്ഷപ്പെടുവോ? എന്നാലും കൊല്ലുന്ന തൊഴിൽ നമുക്ക് വേണ്ട അപ്പച്ച. സിനിമ പിന്നണി ഗായകൻ റാഫേലോ ഇങ്ങനെ ഒരു VIP നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോഴാണ് അറിയിക്കുന്നത്. ഏതാ റൂം നമ്പർ? ശരി, ഞാൻ കണ്ടോളാം. ഓക്കെ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ആരണ്? അതെ, മനസ്സിലായില്ലേ? ആരാധിക ഗായകനാണെന്നുള്ള വിവരം മൊത്തത്തിൽ പാട്ടാക്കിയില്ലേ? അല്ല, പാട്ടായ സ്ഥിതിക്ക് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ബഹളമായിരിക്കും ഇവിടെ. ഇവര് കോളേജ് സ്റ്റുഡന്റാ? അല്ല, LP സ്കൂളില്ല. കീർത്തനങ്ങളൊക്കെ കേട്ട് കാണും, ഫാനായി മാറിയിരിക്കും അല്ലേ മുത്തശ്ശി? ചുറ്റി കളിക്കുന്നേ? കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തോന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുട്രേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർന്നവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേ, മൾട്ടിവിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ? ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്.